സ്നേഹ, യൂട്യൂബിലെ ട്രെൻഡിങ് ലിസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോ? ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല, അതാ ഫീഡിൽ ഇങ്ങനെ കറക്റ്റ് വരും എന്തൊക്കെയാ ട്രെൻഡിങ് എന്നുള്ളത്. എനിക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്, ഞാൻ വീഡിയോ ചെയ്യുന്നല്ലേ. ശരി. അപ്പോൾ സംഗതി ഒന്നുമല്ല, ട്രെൻഡിങ് ലിസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സർപ്രൈസ് പ്രപ്പോസൽ, കല്യാണത്തിന് വേണ്ടി പ്രപ്പോസ് ചെയ്യുന്ന ആ ഒരു പാറ്റേൺ, കല്യാണം, സെലിബ്രിറ്റി കല്യാണങ്ങൾ, പിന്നെ നമ്മുടെ പ്രഗ്നൻസി റിവീലിംഗ് പരിപാടി, ഈ 3 ടോപ്പിക്കും ട്രെൻഡിങ് ലിസ്റ്റിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പലരുടേതും വീഡിയോസ് കിടക്കുന്നുണ്ട്. ഇതാണ് കണ്ടന്റ്, ഇതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഈ 3 ടോപ്പിക്കിലും വ്യൂവർഷിപ്പ് ഭയങ്കര കൂടുതലാണ്. ഇട്ട് ഒരു ദിവസം കൊണ്ട് മില്യൺ അടിക്കും. അത് ഈ സെലിബ്രിറ്റി ആണെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കുക വേണ്ട. ലൈക്ക് ജിപിന്റെ കല്യാണം, സ്വാസികയുടെ കല്യാണം മാത്രമല്ല, റിസപ്ഷൻ, തലേ ദിവസത്തെ പരിപാടി, ജിപിന്റെ എല്ലാം ഉണ്ട്. സ്വാസികേന്റെ അങ്ങനെ വന്നിട്ടില്ല, അതർ ചാനലാണ് വന്നേ. ബട്ട് ജിപിന്റെ ഒക്കെ അവരിട്ടതാ. പിന്നെ അശ്വിനും ദിയ അവരുടെ പ്രപ്പോസൽ, അശ്വിൻ ദിയനെ പ്രപ്പോസ് ചെയ്ത വീഡിയോ. പിന്നെ ഏതൊരു ഫാമിലി ഞാൻ മറന്നുപോയി, അവരുടെ പ്രഗ്നൻസി റിവീലിങ്ങും അതും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇതൊക്കെ ഭയങ്കര ഹോട്ട് കണ്ടന്റുകളാണ്, പെട്ടെന്ന് വ്യൂവർഷിപ്പ് പിടിക്കുന്ന കണ്ടന്റ്. അതുകൊണ്ട് ആളുകൾ ഒരുപാട് ഇതിൽ എൻഗേജ്ഡ് ആവുന്നുണ്ട്. ഇങ്ങനത്തെ കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നത് വലിയ സീനൊന്നുമല്ല കേട്ടോ. ഇഷ്ടംപോലെ അവനവൻ്റെ ലൈഫിൽ നടക്കുന്ന ഇൻസിഡൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ ആരാണെങ്കിലും അയാളൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ എന്നുള്ള രീതിയിലാണ് അവരുടെ യൂട്യൂബ് കൊണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ നടക്കുന്ന ഹാപ്പനിങ്ങുകളാണ് പ്രപ്പോസ് ചെയ്യുന്നതും കല്യാണവും കുട്ടിണ്ടാവാൻ പോണതൊക്കെ ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പി സിറ്റുവേഷൻസ് ആണ്. ഇത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുക എന്നുള്ളത് അവരും ഹാപ്പിയാണ്. ഇത് ആളുകൾ കണ്ടിട്ട് റെസ്പോൺസ് കിട്ടാനൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഇതിനു മുമ്പ് ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എവിടെ, ഏതൊരു വീഡിയോനകത്ത് ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനത്തെ ഹാപ്പി മൊമെന്റ്സ് നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പോകും. പിന്നെയും നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വീഡിയോസ് വേറെയും ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ അങ്ങനെ ഒരു ഭാഗമായിട്ട് സോഷ്യൽ മീഡിയ കൊണ്ടുവരും. ഇപ്പോൾ GP ഒക്കെ എന്ന് പറഞ്ഞാൽ സിനിമ സെലിബ്രിറ്റി അല്ലെങ്കിൽ ആ ഒരു ലെവലിലാണ് ആൾ നിൽക്കുന്നത്. കല്യാണം കാര്യങ്ങളൊക്കെ ആയപ്പോൾ ആളിങ്ങനെ നല്ല, അതിന് മുമ്പും ആക്റ്റീവ് ആവുന്നുണ്ടായിരുന്നു കേട്ടോ. യൂട്യൂബ് ചാനൽ GPൻ്റെ നല്ല ആക്റ്റീവാണ്. അവന്റെ മറ്റേ കല്യാണത്തിന് എൻഗേജ്മെന്റ് സമയത്താണ് അത് റിവീൽ ചെയ്തുള്ള സംഭവം. എങ്ങനെയാണ് എന്താന്നുള്ളത് അവർ രണ്ടുപേരും കൂടി വന്ന് ചാനലിൽ മുമ്പുണ്ട്. GP കുറച്ച് ഈ സെലിബ്രിറ്റീസിന്റെ വീട്ടിലോ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോയിട്ട് ഇങ്ങനെ അങ്ങനത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും, ഇപ്പോൾ ദിയ ആണെങ്കിൽ ദിയ കൃഷ്ണ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയാണ്, സോഷ്യൽ മീഡിയ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയുന്ന ഒരാളാണ്. ഈവൻ സ്വാസികയുടെ ചാനലും യൂട്യൂബ് ചാനലും അത്യാവശ്യം നല്ല ആക്റ്റീവാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും, ഇപ്പോൾ സിനി ഫെയിം അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു വേറെ സീരിയൽ ഫെയിം, അങ്ങനത്തെ എല്ലാ ഫെയിം ആയിട്ടുള്ള സെലിബ്രിറ്റീസും അവരുടെ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് കൊണ്ടു നടക്കും. അത് അവരെന്താ പറയുക, റിയൽ ലൈഫ്, അവരുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ്ങിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ പോകും അവർ. അപ്പോൾ എന്താണെങ്കിലും ഇതിൽ വിഷയം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒക്കെ ഫൈനാണ്, വലിയ വിഷയമൊന്നുമില്ല. ഇപ്പോൾ ഇവരുടെ ലൈഫിലേക്ക് ഗുഡ് മൊമെൻറ്റ്സ്, ഹാപ്പി മൊമെൻറ്റ്സിലൊക്കെ ആളുകൾ ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആവും. വിഷയം സംഭവിക്കുക എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നാലെ പിടിക്കും ആളുകൾ. ഓക്കെ, എല്ലാവരുടെ മനുഷ്യന്മാരുടെ ലൈഫാണ്. ഇപ്പോൾ നാളെ ഞാനും ചെയ്യുവാണെങ്കിൽ തന്നെ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. അപ്പോൾ നമ്മളിത് ഗുഡ് മൊമെൻറ്റ്സ് ഒക്കെ ഷെയർ ചെയ്ത് പോകും. ലേറ്റർ ഓൺ ഇൻ കേസ് ഒന്നും പറ്റാതിരിക്കുക, എല്ലാവർക്കും അടിപൊളിയായിരിക്കട്ടെ, എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയോ, പിന്നെ എൻ്റെ മക്കളെ ഉപദേശം അത് ഇതെന്ന് പറഞ്ഞ് ചാടിക്കളിച്ചു വരും. പിന്നെ ഈ വീഡിയോ ചെയ്തിട്ടവർക്കൊക്കെ ഇതൊരു ബാധ്യതയോ അല്ലേ, ഒരു ബാധ്യത സെറ്റപ്പിലേക്ക് മാറും. അതിനൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ദിയ, ബാക്കി കല്യാണം പ്രഗ്നൻസി ഒക്കെ അവിടെ നിൽക്കട്ടെ, ദിയയുടെ വീഡിയോ അതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രപ്പോസ് ചെയ്ത വീഡിയോ, ഓക്കെ, അതിനിപ്പോൾ അവർ ക്രിയേറ്റ് ചെയ്തതായിക്കോട്ടെ, അവർ സ്ക്രിപ്റ്റ് ചെയ്തതായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അവരുടെ ലൈഫിലുള്ളൊരു ഹാപ്പി മൊമെൻ്റ് അവർ ഷെയർ ചെയ്യണം. ഈ വീഡിയോയുടെ അടിയിൽ കുറച്ച് കമൻസ് ഉണ്ട്. ഞാൻ കുറച്ച് കമൻസ് ഞാൻ വായിക്കാം. ദിസ് കപ്പിൾ ഈസ് ഇൻ മാച്ച്. I don't like it. Both status are such different. 100% sure that more chance to break up. അതേ പ്രവചിച്ചിടാണ് പ്രവചന സിംഹങ്ങൾ കമന്റ് ബോക്സിൽ. ദിയെ ഇനി മുതൽ അശ്വിന് കുറച്ച് റെസ്പെക്ട് ഒക്കെ കൊടുക്കണം കേട്ടോ. നീ സപ്പോർട്ടാണ്, നീ ഇങ്ങനെയാണ്, ബട്ട് ഇനി ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ളതല്ലേ, റെസ്പെക്ട് കൊടുക്കണം, എന്നാലേ ഈ ലൈഫും മുൻപോട്ട് പോവുള്ളൂ. സ്നേഹം കൊണ്ട് പറയാ, സ്നേഹം കൊണ്ട് പറയാട്ടോ. എന്താട്ടോ പിന്നെ അവര് ഗോഡ് ബ്ലെസ് യു ബോത്ത് ആൾവേസ് ഹാപ്പി എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വൈഷ്ണവും ഇതുപോലെ ആയിരുന്നു, കൂടെ കുറെ
കാലം നടന്നു, കൂടെ കുറെ കാലം നടന്നു, ധനുവും കിളിച്ചു, പിന്നെ ലവറായി പോയതും എന്തൊക്കെയോ ഭാഷ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലൈക്ക് പോലീസ് ഇംഗ്ലീഷ് കാണുക. നിനക്കൊരു തേപ്പ് കിട്ടിയല്ലേ, ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് പ്രൈവസി ആക്കി വെച്ചൂടെ. നിന്നെ പോലെയല്ലേ നിന്റെ സിസ്റ്റേഴ്സ്, അവരിതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പുന്നുണ്ടോ? അതായത് ഉപദേശം വൈഷ്ണവിനെ അന്ന് വിട്ടത് നന്നായി, അല്ലെങ്കിലും അവര് നോ മാച്ച് ആയിരുന്നു. ദിയയുടെ ഓൾഡ് വീഡിയോസ് കാണുമ്പോൾ തന്നെ അറിയാം എപ്പോഴും ദിയ ഫേസ് തെളിച്ചമില്ലായിരുന്നു. ദിയയുടെ കുറെ പൈസ പോയത് മിച്ചം. എന്തൊരും ഗിഫ്റ്റ് കൊടുത്തു, ബട്ട് വിത്ത് അശ്വിൻ ഷീ സോ ഹാപ്പി. കൺഗ്രേറ്റ്സ് ബോത്ത് ഓഫ് യു. എത്രയും പെട്ടെന്ന് മാരീഡ് ആവട്ടെ. ഇവളെ സമ്മതിച്ചു. ഡ്രസ്സ് മാറും പോലെയല്ലേ ബോയ് ഫ്രണ്ട്സിനെ മാറ്റുന്നത്. പാവം അശ്വിൻ. ഈ കൊച്ചിന് പൈസ ഉണ്ട്, അതുകൊണ്ട് കുറെ അവന്മാരടുത്ത് കൂടും. ആ കൊച്ചു അവന്മാരെ കണ്ണു അടച്ചങ്ങ് വിശ്വസിക്കുക. അവസാനം കുറെ പൈസ മേടിച്ചിട്ട് തേച്ചിട്ട് പോകും. മുൻപുള്ളവന് ഇപ്പോൾ കുറ്റബോധം കാണും. ഇത്രയും കാലം ഇവളുടെ ചെലവിന് കഴിഞ്ഞില്ലേ, ഇനി പണിയെടുത്ത് ജീവിക്കണമല്ലോ. ദിയയുടെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത് നിങ്ങളെ ഫോട്ടോസിന് സിസ്റ്റേഴ്സ് ആരും ലൈക്ക് കമന്റ് ഇട്ട് കണ്ടില്ല. അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നോ? ഒന്നിൽ പഴിച്ചാൽ 3, ഇതിലെങ്കിലും ഉറച്ചു നിൽക്കുക. ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ രണ്ടുപേരും നല്ല ചേർത്തിട്ടുണ്ട്. രണ്ടുപേർക്കും നല്ല സ്വഭാവമാണ്. പക്ഷെ മാരീഡ് കഴിഞ്ഞ് ചിലപ്പോൾ അവരുടെ വീട്ടുസാരിയും ചിലപ്പോൾ വീട്ടുകാരിൽ ചിലപ്പോൾ വീട്ടുസാരി എന്നൊക്കെ കൊടുത്ത് ചിലപ്പോൾ ദിയ ഒട്ടും പോകാതെ വന്നിരിക്കാം. കാരണം വളരെ മോഡേൺ കുട്ടിയാണ്. നിനക്ക് നാണമില്ലേ ഒരുത്തനെ ആക്കി അടുത്ത. Dia, I know you're such a good girl, but think twice before saying yes to anyone. I don't want to ruin your special day, but seeing you the third time with these personal scenes is weird. Anyway, wishing for a happy life. If she broke up again, she is a Kori who can't live a month without a man. She can't be single one after other. How many? Anyway, congratulations. Live like this forever. അതായത് ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് ദിയ ഇതിന് മുമ്പുള്ള റിലേഷൻസ് ഒക്കെ അവരുടെ വീഡിയോയിൽ അവർ പറഞ്ഞിട്ടുള്ളതും പബ്ലിക്കിന് അറിയുന്നതുമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവരുടെ ലൈഫിൽ ഒരു പോയിന്റ് വന്നു, അവരത് ഡ്രോപ്പ് ചെയ്തു, മൂവ് ഓൺ ചെയ്തു. നെക്സ്റ്റ് അവരടുത്ത എന്താ പറയുക ഒരു റിലേഷനിലായി. അവരതും എന്ത് ചെയ്തു, റിവീൽ ചെയ്യുന്നു. സോ അവർ കമ്മിറ്റഡ് ആണ് ആരോട്? അവരുടെ സബ്സ്ക്രൈബേഴ്സിനോടും അവരെ ഇഷ്ടപ്പെടുന്ന വ്യൂവർഷിപ്പിനോടും അവർ കമ്മിറ്റഡ് ആണ്. അവരുടെ ലൈഫിലെ കാര്യങ്ങൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്, തുറന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ഗ്രേറ്റ്. പക്ഷെ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഇതാണ് വിഷയം പറ്റുന്നത്. അതായത് മോർ ഓഫ് ലൈക്ക് എന്താ പറയുക, ഉപദേശം എൻഗേജ്മെന്റ്സ് പിന്നെയും നോക്കാം. ഒരുമാതിരി ആളൊരുമാതിരി ഇപ്പൊ പഴയ ആളെ വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക കമന്റില്, പഴയ ആളുടെ പേര് പറഞ്ഞു. പണ്ട് ചിലപ്പോ നല്ല മാച്ച് ഉണ്ട് എന്ന് പറഞ്ഞ ഇപ്പൊ പറയാ, പണ്ട് ഒട്ടും മാച്ച് ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഇയാളാണ് നല്ലതെന്ന് പറയാം. അല്ലെങ്കിൽ പണ്ട് ഒരു മാച്ച് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു ഇപ്പൊ പറയും അന്ന് നല്ല മാച്ച് ആയിരുന്നു, ഇപ്പൊ ഇത് നന്നല്ല എന്ന് പറയും. അങ്ങനെ രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് പറയും. അതെ, നമ്മളൊരു നല്ല മൊമെന്റ് യൂട്യൂബിലോ ഇൻസ്റ്റയിലോ ഷെയർ ചെയ്യാം. ഇപ്പൊ മൊമെന്റ് ഷെയർ ചെയ്യുമ്പോൾ അതിനടിയിൽ വന്ന് ഓൾ ദ ബെസ്റ്റ് ഇട്ട് പോയ ഒരാള് നമ്മുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും ഇൻസിഡന്റ് ആ മൊമെന്റ് റിലേറ്റഡ് ആയിട്ട് നടക്കുമ്പോൾ വന്നിട്ട് പറയും, തെറി വിളിക്കും, ഉപദേശിക്കും, അല്ലെങ്കിൽ ഞാൻ അന്നേ ഇതങ്ങോട്ട് തുടങ്ങും പിന്നെ അവർ. സോ ഇത് ഈ ഒരു എൻഗേജ്മെന്റ് ശരിക്ക് സ്നേഹയ്ക്ക് എന്താ തോന്നിയിട്ടുള്ളത്? ഇപ്പം ഞാൻ ഇപ്പം ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നാളെ ഈ പറഞ്ഞ പോലെ നമ്മളെ എല്ലാ മൊമെന്റ്സും ഞാൻ സത്യത്തിൽ നമ്മുടെ ലൈഫിലെ മൊമെന്റ്സ് ഒന്നും ഷെയർ ചെയ്യാത്തത് ഈ ഒരു കൈൻഡ് ഓഫ് ഇൻവോൾവ്മെന്റ് വരണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ്, ഒരു പരിധി വരെ. കാരണം എന്താ പറയുക, ഇത് കമന്റ് ബോക്സ് തീരൂല. ഇത് എന്ത് ചെയ്യും, ഇൻബോക്സിൽ ഇവർക്ക് ഞാൻ പറയട്ടെ, ചിലർക്ക് ഇതാണ് സേഫർ ഗ്രൗണ്ട്. അതായത് അവർക്ക് ആ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗിംഗ് ആണ് അവരുടെ ഇഷ്ടം, അതിന്റെ ആളുകൾക്ക് അത് കാണാനും ഇഷ്ടം. കാരണം ഞങ്ങളുടെ ലൈഫിനായിട്ട് ചിലപ്പോ അല്ലേ അല്ല അത് അതൊരു രസം വേണം, സ്നേഹം കാണാൻ എക്സൈറ്റഡ് ആയിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ വേണം. ഇല്ല, നമ്മൾ നോർമൽ ആയിട്ടല്ലേ പോണേ. നമ്മള് വലിയ ക്യാപ്ഷനോ വലിയ സംഭവം അതൊന്നും അല്ലെങ്കിൽ നമ്മള് രാവിലെ എണീക്കണു, നമ്മളെ പണി നോക്കണു, നമ്മൾ മെയിൻ ആയിട്ട് അങ്ങനെ ഫുഡ് വ്ളോഗ് മാതിരിയായി പോകും. ഞാനൊക്കെ ഡെയിലി വ്ളോഗ് ഇട്ട് കഴിഞ്ഞാൽ ഫുഡ് വ്ളോഗ് ആവും. പക്ഷെ ഇതിപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇതിലേക്കാണ്. അതായത് വ്യൂവർഷിപ്പ് എപ്പോഴും ഡിമാൻഡ് ചെയ്യുന്നത് ഇങ്ങനത്തെ സാധനങ്ങളെയാണ്. എസ്പെഷ്യലി മലയാളി വ്യൂവർഷിപ്പ് മൊത്തത്തിൽ ഡിമാൻഡ് ചെയ്തത് എന്താ പറയുക, ആ സീരിയൽ എന്ന് പറഞ്ഞ ഫേസ് ഉണ്ടല്ലോ, TV സീരിയൽ എന്ന് പറഞ്ഞ ഫേസ്, അതിൽ നിന്ന് പോകുന്ന ഒരു കൂട്ടം ആളുകൾക്ക് ഈ റിയൽ റിയാലിറ്റി എന്ന് പറഞ്ഞ സ്പേസ് ഡിഫറൻസ് ഒന്നും മനസ്സിലാവില്ല. അവർ നേരെ വന്നിട്ട് എന്ത് ചെയ്യും, ഇതേമാതിരി സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ സിനി
മറ്റേ സീരിയൽ ഫെയിംസിൻ്റെ ഒക്കെ സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ റിയൽ ലൈഫ് വീഡിയോസ് അവർ ഇടുന്ന സമയത്ത് അവരുടെ ഡേ ടു ഡേ ലൈഫ് വീഡിയോസ് ഇടുമ്പോൾ അതിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആവും, എൻഗേജ്മെൻ്റ് ആവും, അവർ ഭയങ്കര എൻഗേജ്ഡ് ആവും അതിനകത്ത്. അപ്പം അങ്ങനെ ഇരുന്നിട്ട് തുടങ്ങും, അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അങ്ങോട്ട് തുടങ്ങും. പിന്നെ ഈ പറയും ഇപ്പോൾ പ്രത്യേകിച്ച് മറ്റേ പ്രഗ്നൻസി റിവീലിങ്ങിലൊക്കെ അന്ന് മുതൽ പിന്നെ ഡോക്ടർമാരാണ് കമന്റ് ബോക്സിൽ. എല്ലാവരും കമന്റ് ബോക്സിൽ ഡോക്ടർമാരാണ്. ഇത് ചെയ്യണം ടോ 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 വരും, ചെയ്യണം ടോ ടോ അത് വരും. എന്തൊരു ഉപദേശം വൻ സീനാണ്. ഇപ്പൊ കല്യാണമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇതിപ്പോ ഒരു കമന്റ് കണ്ടില്ലേ, അതായത് ഇതുവരെ ഇങ്ങനെ ആയിരുന്നു ടോ, ഇങ്ങനെ ടോ. അതൊക്കെ ഒറിജിനലി അവർ ചെയ്യണമെന്ന് അറിയില്ല, മനസ്സിലാവില്ല. സ്വന്തം വീട്ടിലുള്ള കാര്യങ്ങളെ ആൾക്കാരെ കൂടി ഉപദേശിക്കാതെ ഓരോ നാട്ടിലുള്ള ആൾക്കാരുണ്ട് ഉപദേശിക്കുന്നുണ്ട്. അത് പറയാൻ പറ്റില്ല. അപ്പൊ എന്റെ കേസ് എങ്ങനെയാണ്, ഞാൻ സെൽഫ് ട്രോൾ അടിക്കാൻ വീഡിയോയിൽ ഇരുന്ന് നല്ല ഉപദേശം അറിയില്ല. എങ്ങനെ അല്ല, ഞാൻ വൻ ഉപദേശങ്ങളൊക്കെ പറയാറില്ലേ, പക്ഷെ ഞാൻ വീട്ടിലുള്ള ഉപദേശിക്കാറുണ്ടോ? ഇല്ല. അങ്ങനെ അല്ലെങ്കിലും അതല്ലേ നമ്മള് പരദൂഷണ കമ്മിറ്റി, കുടുംബശ്രീ ടീം, അങ്ങനെയൊക്കെയാണ് എല്ലാവരും നമ്മള് പറയാറ്. പിന്നെ നമുക്കത് ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ പരദൂഷണം പറയും കാറിലിരുന്നിട്ട്. അതെ. അപ്പൊ വിഷയം ജീവിച്ചു പോണ്ടോ അല്ലേ, ക്യാഷ് വേണ്ട, 1-2 ദിവസം തട്ടിപ്പോ ലക്ഷങ്ങൾ വേണ്ടേ, അതൊക്കെ പറഞ്ഞാലേ കിട്ടുള്ളൂ. അപ്പൊ അല്ല, ഇത് സീരിയസ് നോട്ട് പറയാണ്. അതായത് ഇവരുടെ ലൈഫ് സ്റ്റൈല് എന്താ പറയാ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ കൂടുതൽ കയറി എന്താ പറയാ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് കാണുക, നല്ല കമന്റ് ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ഇടുക, അത്രേ ഉള്ളൂ. ഇതായിരുന്നു നല്ലത്, അതായിരുന്നു നല്ലത്, ഇങ്ങനെ സജഷൻസ് ഒക്കെ ചിലര് നല്ല സജഷൻസ് നല്ലത് വരുന്നുണ്ട്, നല്ലത്. പിന്നെ അതേപോലെ പ്രഗ്നൻസിന്റെ കാര്യത്തിലാണെങ്കിൽ നല്ല സജഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. അത് മാത്രല്ല, നല്ല രീതിയിലുള്ള എന്താ പറയാ ഓപ്ഷൻസ് കൊടുക്കാറുണ്ട് ചിലര്. ചില കാര്യങ്ങൾക്കൊക്കെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഇടുമ്പോൾ അവര് നല്ല രീതിയിലുള്ള ഓപ്ഷൻസ് ഒക്കെ വെച്ച് പറയുന്ന ആൾക്കാരുണ്ട്. ഇത് ഒരുപാട് ഹെയ്റ്റ് ഇടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അത് നമുക്ക് കണ്ടറിയാം, ഈ ഹെയ്റ്റ് ഇടുന്ന ആൾക്കാരെ കണ്ടറിയാം. അപ്പം ഇത് ഒന്നാമത് ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതായത് ലൈഫിൻ്റെ ഒരു സ്റ്റേജിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു സ്പേസ് എത്തുമ്പോൾ നമ്മളൊരു മറ വെക്കണം അല്ലേ, കുറച്ചൊരു ഒരു പ്രൈവറ്റ് സ്പേസ് വെക്കുന്നത് നല്ലതാണ്. കാരണം ഇല്ലെങ്കിൽ എന്താ പറയുമോ, ഇടിച്ചു കുത്തി ഈ വ്യൂവർഷിപ്പ്, ഇത് ഒരു 10,000-20,000 ആളാണെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് വിഷയം, മില്യൺ വ്യൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇടിച്ചു കയറി വരുന്നു. അപ്പൊ അത് അല്ല, അത് ഉപദ്രവമായി തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ എല്ലാവർക്കും ചിലപ്പോൾ ലൈഫിന്റെ ഒരു സ്റ്റേജിൽ ഇത് ഉപദ്രവമായിട്ടും തോന്നിയവരും ഉണ്ട്. എന്നിട്ട് അത് വന്ന് പറയാറുണ്ട് അവര്, ഞങ്ങളിത് കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾ കാണുന്നു. പക്ഷെ ഇതിപ്പോ ഇങ്ങനെ ഒരു നമ്മൾ ലൈഫിൽ ഡൗൺ സ്റ്റേജ് വരുമ്പോൾ, അല്ലെങ്കിൽ മെന്റലി നമ്മൾ ഡൗൺ ആവുന്ന ഒരു സിറ്റുവേഷൻ ലൈഫിൽ വരുമ്പോൾ നമ്മൾ അത് നിങ്ങളോട് പറയുന്നുണ്ട്. അതെന്തിനാ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിച്ചിട്ടാ, അവിടെയും നിങ്ങൾ കയറിയിട്ട് എന്തിനാ മാന്താ നിൽക്കണേന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു അവസ്ഥയ്ക്ക് എന്ത് ചെയ്യുക, അവരെ കൊണ്ട് ചോദിപ്പിക്കാതിരിക്കുക അല്ലേ. അവർ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടാണ് അവർ ആ ഹാപ്പി മൊമെന്റ്സ് കാണിച്ചു തരുന്നത്. അപ്പൊ അവരുടെ സാഡ് ഫേസ് വന്നാലും കമന്റ് ഉള്ളവർ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവരുടെ ഫ്രീഡം ആണ് കമന്റ് ഇടുന്നത്, ഇടാതിരിക്കുന്നത്. ആർക്കും ആണെങ്കിലും ഇടാം. അപ്പൊ എന്റെ വീഡിയോ അവരുടെ ഇഷ്ടമാണ്. പക്ഷെ മൈൻഡ് അടിക്കില്ല, ഞാൻ അങ്ങനെ മൈൻഡ് അടിക്കാതിരിക്കുന്നില്ല. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ചീത്ത രീതിയിൽ കമന്റ് ഇടുമ്പോഴാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മൈൻഡ് അടിക്കും, രസമല്ലേ വായിക്കാൻ. ഞാൻ നല്ല രീതിയിൽ ഞാനതാ പറഞ്ഞത്, നല്ല രീതിയിലാണെങ്കിൽ ചെയ്ത് ഞാൻ കമന്റിന് മൈൻഡ് അടിക്കൊക്കെ ചെയ്യും. നല്ല രീതിയിൽ റിപ്ലൈ ഞാൻ വെറുതെ ഞാൻ ഡബിൾ സ്റ്റാൻഡ് അറിയില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഡബിൾ സ്റ്റാൻഡ് മൾട്ടിപ്പിൾ സ്റ്റാൻഡാണ്. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ വേറെ ഒന്നുമല്ല പറഞ്ഞ്, അതായത് കല്യാണം ഇന്ന് കിട്ടിയ എന്താ വിവരം അന്ന് ചുരുക്കി പറയോ. കല്യാണം, പിന്നെ പ്രപ്പോസൽ, പ്രഗ്നൻസി റിവീലിംഗ്, അതായത് നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഹാപ്പി മൊമെന്റ്സ് നമ്മൾ ഷെയർ ചെയ്യും. ഓക്കെ, അതാണ് ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗിംഗ് എന്ന് പറയുന്നത്. അത് നിങ്ങളും കൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അതായത് ആ ഹാപ്പിനെസ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അവർ ചെയ്യുന്നത് അവരുടെ ലൈഫിൽ. അതിൽ നിന്ന് മാറി അവരുടെ ലൈഫിൽ ഒരു ഡൗൺ ആയിട്ടുള്ള സ്റ്റേജ് വരുമ്പോൾ അതും അവരെന്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അല്ലേ. എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാലൊക്കെ ഇനി വന്നത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളത് തപ്പി കണ്ടുപിടിച്ച് അവരോട് ചോദിക്കുന്നുണ്ട്. ചോദിക്കുമ്പോഴും അവർ പറയുന്നുണ്ട് പലരും. ആ സ്റ്റേജിൽ വീണ്ടും നിങ്ങൾ അവരെന്ത് ചെയ്യുക, ഉപദ്രവിക്കരുത്. അത്രേ പറയാനുള്ളൂ. വളരെ എന്ത് ചെയ്യുക, മെച്യൂർനെസ് എവിടെയും കാണിക്കുക, കമന്റിലും കാണിക്കുക എന്നുള്ള സജഷനാണ്, പറയാൻ പറ്റില്ല. താല്പര്യമുള്ളവർ ഏറ്റെടുക്കുക, ഇല്ലാത്ത പക്ഷം വിട്ടുകളയുക അല്ലേ. യെസ്.